അസ്സലാമു അലൈക്കും. സുഹ്റ അപ്പോഴും ഓർമ്മകളിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഉയറിയവൾ. നാളെ നാളെ പുലർച്ചെ എൻ്റെ സമ്മതം അറിയിച്ചില്ലെങ്കിൽ നാളെ തന്നെ മടങ്ങേണ്ടി വരും. അതോർക്കുമ്പോൾ ചെറിയൊരു ഭയം ഇല്ലാതെയില്ല. എന്നെ പ്രതീക്ഷിച്ച് കഴിയുന്ന കുടുംബം മുഴുവനും തളർന്നു പോകും. സജിനയുടെ കല്യാണത്തിനുള്ള പണം, അങ്ങനെ എത്രയോ ചിലവുകൾ. അറിയില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ആകാശത്തേക്ക് നോക്കി ആലോചനയോടെ നിൽക്കുന്നവളുടെ മുഖം നിലാവിലെ തെളിച്ചത്തിൽ ഒരാൾ കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു എന്നറിയില്ല, പക്ഷേ മുഖം പ്രകാശിച്ചിരുന്നു. ഒരുപാട് സമയത്തെ ആലോചനയ്ക്ക് ശേഷം സുഹ്റ ഫോൺ എടുത്തുകൊണ്ട് വീട്ടിലെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവളുടെ നെഞ്ചു പിടിച്ചിരുന്നു. സമയവും കാലവും ഒന്നും അവൾ നോക്കിയില്ല. നിർത്താതെ കേട്ട ഫോണിൻ്റെ ശബ്ദം കേട്ടാണ് മജീദയ്ക്ക് എണീറ്റത്. ക്ലോക്കിലേക്കൊന്ന് നോക്കി നെഞ്ചിൽ കൈവച്ചു. പുലരാൻ ഇനിയും സമയമുണ്ട്. ആരാണ് റബ്ബേ ഈ നേരത്ത്? ഉപ്പാ? സുഹ്റയുടെ ശബ്ദം കേട്ടതും ഒന്നുകൂടി ആ മനുഷ്യൻ്റെ ഹൃദയം പിടിച്ചു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ഈ സമയത്ത്? അയാൾക്ക് ആശങ്കയായിരുന്നു. എനിക്ക് ഉപ്പ നേരായ ഒരു മാർഗം പറഞ്ഞു തരണം ഉപ്പ. എന്നെ രക്ഷിക്കണം ഉപ്പ. ഉപ്പാൻ്റെ കുട്ടി എന്തൊക്കെയാണ് മോളെ പറയുന്നത്? എന്ത് പറ്റി എൻ്റെ മോൾക്ക്? ഉപ്പാക്ക് അവളുടെ കരച്ചിൽ കേട്ടിട്ട് സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അകലെ എവിടെയാണ് മകൾ. ഇങ്ങനെ നെഞ്ചുരുക്കി വിളിക്കണമെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നറിയാം. എത്രയോ പ്രതിസന്ധികൾ താണ്ടിയവളാണ്. അപ്പോഴൊന്നും ഇതുപോലെ ആർക്കു മുന്നിലും കരഞ്ഞിട്ടില്ല എൻ്റെ മോള്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? മോളെ, എൻ്റെ കുട്ടി ഉപ്പാനെ ഇടങ്ങാറാക്കാതെ കാര്യം പറയൂ. പിന്നീട് സുഹ്റ കരച്ചിലൂടെ പറഞ്ഞു തീർത്ത കാര്യങ്ങൾ കേട്ടതും മജീദിക്കയുടെ നെഞ്ചിൽ തീ ആളിക്കത്തി. എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചാണോ എൻ്റെ കുട്ടിയുടെ അടുക്കൽ അയാൾ ഈ തീരുമാനമെടുത്തത് എന്നയാൾ സംശയിച്ചു. ഉപ്പാക്ക് എന്ത് മറുപടി പറഞ്ഞു കൊടുക്കുമെന്നറിയാതെ പോയി. അവളിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ കല്യാണം, കുടുംബഭാരം, കടം എല്ലാം മാറി വീട്ടും. വലിയൊരു പ്രതിസന്ധി ഉപ്പ മുന്നിൽ കണ്ടു. എങ്കിലും ഉപ്പയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ കുട്ടി എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. എല്ലാം ഉപേക്ഷിച്ച് വന്നാലും ഈ ഉപ്പാക്ക് സന്തോഷം. നമുക്കുള്ള കിടപ്പാടം വിൽക്കുക, വാടകയ്ക്ക് പോവാം. എന്നാൽ എൻ്റെ കുട്ടി അവിടെ ഉരുകി നിൽക്കണ്ട. പക്ഷെ ഉപ്പയുടെ വാക്കുകൾ കേട്ടത് മറ്റൊരാളായിരുന്നു. ഇരുട്ടിലൂടെ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുത്ത് സ്വന്തം ചെവിയോട് ചേർത്ത ആളെ സുഹ്റ ഒരു പകപ്പോടെ നോക്കി. അയാളുടെ മുഖത്ത് പക്ഷേ ഗൂഢമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നത് ആ നിലാവിൽ സുഹ്റ കണ്ടു. രാവിലെ കുട്ടികൾ പോയി കഴിഞ്ഞ് ഉപ്പ എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിച്ചു. ഉമ്മയും അലിയും അരികിലിരിക്കുന്നുണ്ട്. ഇമ്രാൻ ഭാവഭേദം ഏതുമേ ഇല്ലാതെ കുഞ്ഞിയെ കളിപ്പിച്ചിരുന്നു. സുഹ്റ ഡെയ്സി ചേച്ചിയുടെ കൈകളിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്തായി തീരുമാനം? ഉപ്പയുടെ ചോദ്യം കേട്ടതും സുഹ്റ തല ഉയർത്തി നോക്കി. അലിയുടെ മുഖത്തൊരു പുച്ഛഭാവമാണ്. ഉമ്മ ഇതൊരിക്കലും നടക്കില്ല എന്ന പ്രാർത്ഥനയിലും. അവൾ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ അവർ കണക്ക് കൂട്ടി. സുഹ്റ! ഉപ്പയുടെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും സുഹ്റയുടെ കൈകൾ ഡെയ്സി ചേച്ചിയുടെ ഒന്നുകൂടി മുറുകി. ശ്വാസമെന്ന് വലിച്ചു വിട്ടുകൊണ്ട് വിറക്കുന്ന കൈകാലുകളോടെ എല്ലാവരെയും നോക്കി. സമ്മതം. അവളുടെ വാക്കുകൾ പതുക്കെയാണെങ്കിലും ഉറപ്പുണ്ടായിരുന്നു. വിശ്വസിക്കാൻ പാകത്തിനായിരുന്നു. മറ്റൊരു മറുപടി പ്രതീക്ഷിച്ചവർക്ക് മുഖത്തടി കിട്ടിയതുപോലെ തോന്നി. അലി ദേഷ്യം കാരണം മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. നാളെ തന്നെ ഈ നിക്കാഹ് ഇവിടെ നടക്കണം. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഇമ്രാൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും വീണ്ടും എല്ലാവരുടെയും മുഖത്തും അമ്പരപ്പ് നിറഞ്ഞു. എന്ത്? നാളെ തന്നെയോ? നിനക്കെന്താ ഭ്രാന്താണോ? നാളെ തന്നെ എങ്ങനെ വിവാഹം നടക്കും? ഇവിടെ ഉപ്പ ഇവിടെ ഉണ്ടോ? നിനക്ക് നിക്കാഹ് ചെയ്തു തരാൻ വേണ്ടി കുടുംബക്കാരെ മുഴുവനും വിളിക്കണം. ചിലരൊക്കെ നാട്ടിൽ, ചിലരൊക്കെ വേറെ എവിടെയാണ്. അതൊക്കെ പോട്ടെ, അസ്ലിം അഫിയും അവരെങ്കിലും വരണ്ടേ? ഉമ്മയുടെ ചോദ്യത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. വേണ്ട, ആരും വേണ്ട. ഇവളുടെ ഉപ്പയുടെ സമ്മതം, അത് ഞാൻ നോക്കിക്കോളാം. നാളെ എന്തായാലും ഈ നിക്കാഹ് ഇവിടെ നടന്നിരിക്കും. ഇമ്രാൻ ഒന്ന് നിർത്തിക്കൊണ്ട് തുടർന്നു. ഇനി ആരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നടക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. നിനക്കെന്തെങ്കിലും അഭിപ്രായമുണ്ടോ? സുഹ്റക്ക് നേരെ നോക്കി നിന്നു ഇമ്രാൻ. എല്ലാം കേട്ട് തരിച്ച് തല താഴ്ത്തി നിൽക്കുന്ന സുഹ്റ അവൻ്റെ ശബ്ദം തനിക്ക് നേരെയാണെന്നറിഞ്ഞതും അവനെ ഒന്ന് മിഴിച്ചു നോക്കി. ഉപ്പയും ഉമ്മയും എല്ലാം നോക്കി നിൽക്കുന്നു. ഞാൻ എന്ത് മറുപടി പറയും? ഇനി പറഞ്ഞില്ലെങ്കിൽ? ആ മുറുകിയ മുഖം കണ്ടിട്ട് തൻ്റെ നാവിനാരെ വിലങ്ങിട്ട പോലെ തോന്നി സുഹ്റക്ക്. അവൾ അവിടെ ഉള്ളവരുടെ എല്ലാ മുഖത്തേക്കും മാറി മാറി നോക്കി. ഉപ്പ മാത്രം ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഉമ്മയുടെ മുഖത്ത് ദേഷ്യമൊന്നുമില്ലെങ്കിലും ആ മുഖം തെളിഞ്ഞിട്ടില്ല.
അലിയുടെ മുഖത്തേക്ക് അവൾ നോക്കിയതേയില്ല. അവിടെ എന്താവും ഭാവമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്താ, ഒന്നും പറയാനില്ലേ? വീണ്ടും അവൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. സുഹ്റ അറിയാതെ തന്നെ ഇല്ല എന്ന് തലയാട്ടിയതും ഇമ്രാൻ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അകത്തേക്ക് കാറ്റുപോലെ പാഞ്ഞുപോയി. അവൻ്റെ പുറകെ ഓരോരുത്തരും സുഹ്റയൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും പോയതും അവിടെ കണ്ടൊരു സോഫയിൽ സുഹ്റ തളർന്നിരുന്നു. എനിക്ക് വയ്യ ഡേയ്സി ചേച്ചി. ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധി നേരിടും? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ വാക്കുകൾക്ക് കണ്ണീരിൻ്റെ നനവ് ഉണ്ടായിരുന്നില്ല. പകരം ഒരു മരവിപ്പ് മാത്രമായിരുന്നു. എല്ലാം നല്ലതാണെന്ന് കരുതാ. നിന്റെ ഭാഗ്യം ഒരു പക്ഷെ തെളിഞ്ഞതാണെങ്കിലോ? ഞാൻ കണ്ടെടുത്തോളം ഇമ്രാന് കുറച്ച് ദേഷ്യം മാത്രമേ ഉള്ളൂ. ഓൻ്റെ ഉള്ളിൽ ശുദ്ധമാണ്. ഡേയ്സി ചേച്ചി അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. മാമി, കുട്ടികൾ ഉറക്കി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവരുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. കുഞ്ഞ് ഓടി വന്നതേ സുഹ്റയുടെ മടിയിൽ സ്ഥലം ഉറപ്പിച്ചു. ഹാഷിമും ഇഷാമും സുഹ്റയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്നു. മാമി, ഞങ്ങളെ മാമനെ കല്യാണം കഴിക്കാൻ പോവാണോ? കുഞ്ഞ് സന്തോഷത്തോടെ ചോദിച്ചുകൊണ്ട് സുഹ്റയുടെ മുഖത്തേക്ക് നോക്കി. മറ്റു രണ്ടുപേരും അവൾ പറയുന്ന മറുപടി കേൾക്കാൻ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. സുഹ്റ എന്ത് പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് ഡേയ്സി ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ നാളെയാണ് കല്യാണം. അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? കഷ്ടം. ഡേയ്സി ചേച്ചി അവരെ കളിയാക്കുന്നത് പോലെ തോന്നി. സത്യം? 3 പേരും സുഹ്റയെ ആശ്ചര്യത്തോടെ നോക്കി. സത്യം. അവരുടെ മുഖത്ത് നോക്കി സുഹ്റ മെല്ലെ പറഞ്ഞു. അവളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടികൾ പെട്ടെന്ന് തന്നെ എണീറ്റുകൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. മാറി മാറി അവർ സുഹ്റയുടെ മുഖത്ത് ഉമ്മ വെച്ചു. ഇനി മാമി ഞങ്ങളെ വിട്ടുപോയില്ലല്ലോ. എന്നും ഞങ്ങളെ കൂടെ ഉണ്ടാവുമല്ലോ. ആമിയും വരും ഇങ്ങോട്ട്. ഞങ്ങൾ അടിച്ചു പൊളിക്കും, നോക്കിക്കോ. നിഷ്കളങ്കരായ അവളുടെ സന്തോഷം കണ്ട് സുഹ്റയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ പെട്ടെന്നാണ് അവർ പറഞ്ഞൊരു കാര്യം അവളുടെ മനസ്സിലുടുക്കിയത്. ആമി, ഇമ്രാനെ ഞാൻ വിവാഹം കഴിച്ചാൽ അയാൾ എൻ്റെ ഭർത്താവാണ്. എൻ്റെ മോളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ എനിക്ക് പറ്റുമോ? അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അയാൾക്ക് ഇഷ്ടാവോ? പെട്ടെന്നൊരു തീരുമാനം എടുത്തപ്പോൾ എന്തേ അവളെ ഞാൻ മറന്നുപോയോ? എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവളെ ഞാൻ ഓർത്തില്ലേ? ഇനി എന്ത് ചെയ്യും? കാലാകാലം എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ എനിക്കാവോ? ഇല്ല. സുഹ്റയുടെ ഉള്ളം ഒരുകി തുടങ്ങി. അപ്പോൾ തന്നെ ഫോൺ എടുത്തുകൊണ്ട് ആമിമോൾക്ക് വിളിച്ചു. അവളോട് പറയണ്ടേ എൻ്റെ വിശേഷം? ഉമ്മുമ്മ. ആമിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടുകൊണ്ട് ആമിനുമ്മ പുറത്തേക്കിറങ്ങി നോക്കി. അസീനയുടെ കുട്ടി ആമയെ കൈത്തണ്ടിയിൽ കടിച്ചു മുറിക്കുകയാണ്. ആമിനുമ്മ പുറത്തേക്കിറങ്ങാൻ നിന്നപ്പോഴേക്കും അസീന ഓടി വന്ന് രണ്ടാളെയും പിടിച്ചു മാറ്റി. പക്ഷെ അവിടെ കൊച്ചു ചെയ്ത കുറ്റത്തിന് അടി കിട്ടിയത് ആമിക്കാണ്. വേലിച്ചെടി പറിച്ചെടുത്തുകൊണ്ട് അവൾ ആ കുഞ്ഞിൻ്റെ കാലിൽ നല്ലോണം അടിച്ചു. ആമി വേദന സഹിക്കാനാവാതെ വലിയ വായിൽ കരഞ്ഞു നിലവിളിച്ചു. കരയാതടി, നിൻ്റെ ഉമ്മാനെപ്പോലെ അനങ്ങിയാ കരയാൻ നിനക്കറിയാം. കള്ളനൊലോളി. എൻ്റെ കുട്ടിയെ വികൃതി കാണിക്കാൻ നിനക്കറിയാലോ അല്ലേ? വീണ്ടും അസീനയുടെ കയ്യിലെ വടി ആമിക്ക് നേരെ ഉയർന്നതും അവളുടെ കയ്യിൽ പിടി വീണു. ഹസീന ഞെട്ടി തിരിഞ്ഞു നിൽക്കുമ്പോൾ മുന്നിൽ മുംതാസ്. അസീന വിളറി വെളുത്തുപോയി. മുംതാസ് അസീനയുടെ മുഖത്തേക്കൊരു താക്കീതോടെ വിരലുകൾ ചൂണ്ടി. നിനക്ക് നാണില്ലല്ലോടി ഈ ഇത്തിരി പോന്ന കുഞ്ഞിനെ അടിക്കാൻ. നിൻ്റെ കൊച്ചിനെ കടിച്ചു പോലും. കഷ്ടമുണ്ട് അസീന. നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് തുള്ളുന്നൊരു ഭർത്താവും ആവശ്യത്തിന് പണുണ്ടെന്ന് കരുതി ഈ കുട്ടിയെ എങ്ങനെ ഉപദ്രവിച്ചാൽ കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക്? സുഹ്റ അധ്വാനിച്ച് ഇങ്ങോട്ട് അയക്കുന്നതല്ലേടി നീ 4 നേരം വെട്ടിമുണുങ്ങുന്നത്? കെട്ടിയാൻ ചെലവ് ചുരുക്കാൻ വേണ്ടി നിന്നെ ഇവിടെ സ്ഥിരമാക്കി പോയെന്നാണ് കരക്കമ്പി. ആ പെണ്ണ് നയിച്ചുണ്ടാക്കുന്നത് ഒരു ഉളുപ്പില്ലാതെ കൈനീട്ടി വാങ്ങി മാപ്പിളൻ്റെ കീശയിൽ തിരികെ കൊടുക്കുമ്പോഴേ ഉള്ള നന്ദിയെങ്കിലും കാണിക്കേ ഈ കുട്ടിനോട്. അസീനയോട് അത്രയും പറഞ്ഞുകൊണ്ട് മുംതാസ് ആമയെ എടുത്തു. അവളുടെ ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു. കവിളിൽ ഒരു ഉമ്മയും. അതുകൂടെ ആയപ്പോഴും ആമി മുംതാസിൻ്റെ മുഖത്തേക്ക് നോക്കി ഏങ്ങി കരഞ്ഞു. ആശ്വാസം പകരാൻ ആരെങ്കിലും വന്നാലാണല്ലോ സങ്കടങ്ങൾ കൂടുന്നത്. ആ കുഞ്ഞിച്ചക്കൻ കടിച്ചു മുറിച്ചതും അസീന അടിച്ചതുമൊക്കെ മുംതാസിനെ കാണിച്ചു കൊടുത്തു. മുംതാസ് അതെല്ലാം കൊണ്ട് ദേഷ്യം വന്നെങ്കിലും അവൾ കടിച്ചു പിടിച്ചു നിന്നു. നിങ്ങളോടാണ് എനിക്ക് 2 പറയേണ്ടത്. നാണില്ലല്ലോ ഈ കുട്ടിയെ തന്നെ നോക്കി നിൽക്കാൻ. സുഹൃ നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. എന്നെങ്കിലും ഒന്ന് ഓർത്തൂടെ? കഷ്ടം. ഞാൻ കൊണ്ടുപോവും അവളെ. വൈകുന്നേരം കൊണ്ടുവിടാം. അത്രയും ആമിനമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് മുംതാസ് കുട്ടിയെയും കൊണ്ട് നടന്നു. ഉമ്മ, ദേ ഇത്താത്തെ വിളിക്കുന്നു. ആമി ഇവിടെ. അകത്തു നിന്നും സെജിനെ വിളിച്ചു പറഞ്ഞതും മുംതാസ് അവിടെ തന്നെ നിന്നു. അസീനയും ആമിനമ്മയും പരസ്പരം മുഖത്തേക്ക് നോക്കി. ഇനി എന്താവുമെന്ന ഭീതിയോടെ. ഉമ്മി എന്ന് കേട്ടതും ആമി
മുംതാസിൻ്റെ ഒക്കത്തിൽ നിന്നും ഇറങ്ങി അകത്തേക്കോടി. മുംതാസ് ഒരു ചിരിയോടെ അത് കണ്ട് ആമിയുടെ പുറകെ അകത്തേക്ക് നടന്നു. അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും മുംതാസിൻ്റെ മുഖത്തേക്ക് ആമിനമ്മ ദയനീയമായി നോക്കി. മുംതാസ് ഒന്ന് ചുണ്ടുകാട്ടി ചിരിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കാത്ത പോലെ അകത്തേക്ക് കയറി. സ്റ്റൂളിൻ്റെ മുകളിൽ നിന്ന് ഫോൺ പിടിച്ചുകൊണ്ട് ഉമ്മിയോട് പരിഭവം പറയുന്ന ആമിയെ അവൾ നോക്കി നിന്ന് പോയി. അവൾക്ക് ആ കുഞ്ഞിനോട് ആ നിമിഷം സ്നേഹവും വാത്സല്യവും തോന്നി. ഉമ്മി! ആമിയുടെ ശബ്ദം കാതിൽ വന്ന് പതിഞ്ഞതും സുഹ്രയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഉമ്മിയുടെ കുഞ്ഞിന് സുഖാണോ? ചുഖാണുമ്മി. ഉമ്മിക്ക് ചുഖല്ലേ? ആമി എന്താ കഴിച്ചത്? കഞ്ഞിയാണോ? ആരും ഉമ്മിൻ്റെ കുട്ടീനെ വികൃതി കാണിച്ചില്ലല്ലോ. കഞ്ഞി കുടിച്ചുമ്മി. ആരും എന്നെ വികൃതി കാട്ടൂല, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഉമ്മി പേടിക്കണ്ട കേട്ടോ. ഉമ്മി എന്നാ വരിക? എനിക്ക് കാണാൻ പൂതിയായി. ഉമ്മി പെട്ടെന്ന് വരാം. ഇനി സജിനമാമിൻ്റെ കല്യാണമല്ലേ, അപ്പോൾ അതിന് കുറേ പൈസ വേണ്ടേ? ഉമ്മി അത് കൊണ്ടുവരാട്ടോ. പിന്നെ ഉമ്മി ഒരു കാര്യം പറയട്ടെ, ആരോടും പറയണ്ട. ഉമ്മി പിന്നെ പറഞ്ഞോളാം. ഉമ്മിൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. സുഹ്റ പറഞ്ഞ കാര്യങ്ങൾ പകുതിയും അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവളുടെ ഉമ്മിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് അവൾക്ക് മനസ്സിലായി. ഉമ്മി, എനിക്ക് ഇഷ്ടമാണ്. ആ കുഞ്ഞ് അത്രേ പറഞ്ഞോളൂ. അതിലേറെ അതെന്ത് പറയാൻ? ഉമ്മി, ഇവിടെ ഉമ്മിൻ്റെ കൂട്ടുകാരി മുന്താസ് മാമി ഉണ്ടല്ലോ. അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മാമിയെന്ന് വിളിച്ചാൽ മതി കേട്ടോ. എന്നാൽ അവൾക്ക് കൊടുക്ക്. കുഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് മുന്താസിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. പെട്ടെന്ന് എന്തോ ഒരു ഓർത്ത പോലെ മുന്താസ് ചെവിയിൽ അവൾ അടക്കം പറഞ്ഞു. ഉമ്മിയോട് പറയല്ലോ. അസീന മാമി എന്നെ തല്ലിയത് ഉമ്മിക്ക് സങ്കടമാവും. അവൾ ചുണ്ട് ചുളുക്കി പറയുന്നത് കേട്ടതും മുന്താസിന് അവളോട് പാവം തോന്നി. പറയില്ല എന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. മുന്താസിനോട് സുഹ്റ തൻ്റെ പുതിയ വിശേഷങ്ങളും ആകുലതകളും വിഷമങ്ങളും എല്ലാം തുറന്നു പറഞ്ഞു. എന്നും അവളോട് മാത്രമായിരുന്നല്ലോ എല്ലാം പറഞ്ഞത്. കൃത്യമായി അവൾ ഈ സമയം അവിടെ ഉണ്ടായത് എൻ്റെ ഭാഗ്യമായി എന്ന് തോന്നി സുഹ്റയ്ക്ക്. അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആശ്വാസമൊന്നും എവിടെ നിന്നും കിട്ടില്ല. എല്ലാം കേട്ട് കഴിഞ്ഞ് മുംതാസ് ഒന്ന് നിശ്വസിച്ചു. ഒരുപാട് സമയം അവൾക്കൊന്നും പറയാനായില്ല. ഒരു അമ്പരപ്പായിരുന്നു. ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് പോലും ചിന്തിച്ചു. കഥകളിലൊക്കെ വായിച്ച പോലെ ദുരന്താവസാനം നായികയെ തേടിയെത്തുന്ന രാജകുമാരനെ പോലെ. പക്ഷെ രാജകുമാരൻ തന്നെയാണോ? അത് ഇനിയും വരാനിരിക്കുന്ന ദുരന്തങ്ങൾ എന്തെങ്കിലും ആണോ? മുംതാസിൻ്റെ ഹൃദയം മന്ത്രിച്ചു. സുഹ്റ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനിയും നീ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് സ്വയം വേദനിക്കരുതോ. നിനക്ക് താങ്ങായി നീ സ്നേഹിക്കുന്നവരുണ്ടാവുമെന്ന് ചിന്തിക്കുന്നത് നല്ലതല്ല. ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഇത് നല്ലതിനാണെങ്കിൽ നിൻ്റെ ഭാഗ്യമാണ്. പക്ഷേ മറിച്ചാണെങ്കിൽ നല്ലതിനാവട്ടെ. നിനക്കും മാമിമോൾക്കും ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റട്ടെ. അല്ലാതെ ഒന്നും പറയാനുമില്ല, പ്രാർത്ഥിക്കാനും. ഉമ്മയോടും ഉപ്പയോടും പറയണ്ടേ? ഉപ്പയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുംതാസേ. വേറെ ആരും ഇപ്പോൾ അറിയണ്ട. ഉപ്പ പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ്. എന്നാടി, എല്ലാം നല്ലതിനാവട്ടെ. എന്തുണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു കച്ചിത്തിരിമ്പ് അള്ളാഹു സൂക്ഷിച്ച് വെച്ചിട്ടില്ലാതിരിക്കില്ലല്ലോ. വെക്കട്ടെ. അസ്സലാമു അലൈക്കും. ഫോൺ വെച്ചുകൊണ്ട് സുഹ്റ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കുറച്ച് സമയം ഇരുന്നു. മുംതാസ് പറഞ്ഞതുപോലെ ആരും ഉണ്ടാവില്ല. ആരും. പക്ഷേ എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ. എൻ്റെ ആമിമോൾക്ക് വേണ്ടി എല്ലാം സഹിച്ചേ പറ്റൂ. തൻ്റെ മുന്നിലേക്ക് ഒരു കവർ നീണ്ടു വരുന്നത് കണ്ടാണ് സുഹ്റ ആലോചനയിൽ നിന്നും ഉണർന്നത്. മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന ഉമ്മയെ കണ്ടതും അവൾ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. നാളെ ഇടാനുള്ള വസ്ത്രങ്ങളാണ്, അത്യാവശ്യം സ്വർണവും. സുഹ്റ ആയിക്കോട്ടെ എന്ന രീതിയിൽ ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. നിന്നെ ഇഷ്ടമായതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു തന്നത്. എൻ്റെ മകനൊരു ജീവിതം ആയിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ്. എൻ്റെ മോൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് എത്രയോ നല്ല ബന്ധം കിട്ടും. പക്ഷേ അവൻ തിരഞ്ഞെടുത്ത് നിന്നെയാണ്. അവനൊരു കഴിഞ്ഞ കാലമുണ്ട്. എല്ലാം അവൻ തന്നെ പറയുന്നതാവും നല്ലത്. ഒന്ന് മാത്രം പറയാം, അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പക്ഷെ അവന് നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലേറെ വലിയൊരു ദുരന്തം നിനക്കിനി വരാനില്ല. കാലാകാലം ഇവിടെ കെട്ടിലമായി ജീവിക്കാമെന്ന് നീ മനക്കോട്ട് കിട്ടുകയും വേണ്ട. നിന്നോട് എന്തിൻ്റെ പേരിലാണ് അവന് ഇഷ്ടം തോന്നിയത്? അത് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതം എന്താവുന്നേ എനിക്കല്ല ആർക്കും പറയാൻ കഴിയില്ല. ഈ പ്രാർത്ഥിച്ചോ. അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഉമ്മ അവളുടെ ഉദ്ദേശം നടന്നതുപോലെ ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ഇരുത്തിയിൽ എണ്ണ സംതൃപ്തിയോടെ അവർ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ഭയം പിടികൂടിയത് തിരിച്ചറിയുകയായിരുന്നു സുഹ്റ. കൊട്ടും പാട്ടും ആരവങ്ങളുമില്ല. പക്ഷെ കുട്ടികളുടെ ബഹളം നന്നായി തന്നെ കേൾക്കുന്നുണ്ട്. അവർക്കിന്ന് പെരുന്നാളിൻ്റെ പ്രതീതിയാണ്.
അവരുടെ മാമിയെ സ്വന്തമായി കിട്ടുന്ന ദിവസം. അവരുടെ സന്തോഷം കൊണ്ടുള്ള കളിച്ചിരികൾ സുഹ്റ റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. ഒരുപാട് സമയമായി റൂമിൽ ഇരുത്തം തുടങ്ങിയിട്ട്. രാവിലെ മുതൽ ഇന്നലെ രാത്രി ഉമ്മ കൊണ്ടുവന്ന വസ്ത്രം മാറിയിരിക്കാൻ തുടങ്ങിയതാണ്. അബായയാണ്. നിറയെ പൂക്കൾ തുന്നി പിടിപ്പിച്ച പിങ്ക് കളറിലുള്ള അബായ. കണ്ടാൽ തന്നെ അറിയാം നല്ല വിലപിടിപ്പുള്ള വസ്ത്രമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നത്. സുഹ്റ ഷാജഹാനോടൊപ്പമുള്ള തൻ്റെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി. കരയാൻ പോലും ആവാതെ ദയനീയമായ മുഖത്തോടെ തൻ്റെ നിക്കാഹ് വീക്ഷിച്ചിരുന്ന ഒരു പെൺകുട്ടി ഭാര്യയ്ക്കുള്ള പുതുവസ്ത്രം പോലും നൽകാതെ അവളുടെ കഴുത്തിൽ മഹർ ചാർത്തിയ നിമിഷത്തെ. പക്ഷേ അന്ന് ഞാൻ കണ്ട സ്വപ്നം അത് ഇതാണോ? മരുഭൂമിയിലെ ഭയാനകരമായ അവസ്ഥയിൽ തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന കൈകൾ ഇതായിരുന്നു. പലപ്പോഴും ഞാൻ കണ്ട സ്വപ്നത്തിലെ മുഖമില്ലാത്ത മനുഷ്യൻ. അറിയില്ല. ഡേസി ചേച്ചി ഇന്ന് തിരക്കിട്ട പാചകത്തിലാണ്. നിക്കാഹിന് മുന്നേ ഭക്ഷണം ഒരുക്കണം, മധുരം വേണം. സുഹ്റ കൂടി സഹായിക്കാമെന്ന് പറഞ്ഞതും ഓടിച്ചു വിട്ടതാണ്. ഒറ്റയ്ക്ക് റൂമിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ചിന്തകളാണ്. എടുത്ത തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നറിയാതെ ആലോചിച്ച് നിൽക്കുകയാണവൾ. നിക്കാഹിൻ്റെ സദസ്സൊരുങ്ങി ഉപ്പയും മലിയും മാത്രം. താടിയും മുടിയും ഒതുക്കി പുതുവസ്ത്രം അണിഞ്ഞ് ഇമ്രാൻ നിക്കാഹിനൊരുങ്ങി വന്നു. അവൻ്റെ മുഖത്തെ ഇപ്പോൾ കാണുന്ന ചൈതന്യം കണ്ട് ആ ഉപ്പയുടെ മനസ്സ് നിറഞ്ഞു. ഇത്രയും ദിവസം ആർക്കും കണ്ടാൽ പോലും പേടിയാവുന്ന താടിയും മുടിയും നീട്ടി വളർത്തി പ്രസന്നമില്ലാത്ത മുഖത്തോടെയായിരുന്നു അവൻ്റെ നടപ്പ്. ഉരുകിയിരിക്കുന്ന മനസ്സിലെ മഞ്ഞുതുള്ളികൾ വീണ പോലെയാണ് ഇപ്പോൾ അവനെ നോക്കുമ്പോൾ. നിക്കാഹിന് പെണ്ണിൻ്റെ ഉപ്പ വേണ്ടേ? അലിയുടെ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് ഇമ്രാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കാത്തിരിക്കുന്നത് പോലെ ഒരൊറ്റ റിങ്ങിൽ തന്നെ ഫോൺ അപ്പുറത്ത് കണക്റ്റായി. തൻ്റെ മുന്നിലിരിക്കുന്ന നിക്കാഹ് നടത്താൻ വന്ന പണ്ഡിതൻ്റെ മുന്നിൽ സ്പീക്കർ ഓൺ ചെയ്തുകൊണ്ട് ഇമ്രാൻ ആ ഫോൺ വെച്ചു. സുഹ്റയുടെ ഉപ്പയാണ് മറുപുറത്ത്. അലിയുടെ പല്ലുകൾ നെരിഞ്ഞു. എല്ലാം കരുതിക്കൂട്ടി തന്നെയാണ് ഇമ്രാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നയാളിൽ വീണ്ടും ദേഷ്യം വർദ്ധിപ്പിച്ചു. പണ്ഡിതൻ ചൊല്ലിക്കൊടുക്കുന്ന നിക്കാഹിൻ്റെ വാചകങ്ങൾ ഉപ്പ ഫോണിലൂടെ ഏറ്റുചൊല്ലി. ഇമ്രാനും എൻ്റെ മകൾ സുഹ്റയെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന ഉപ്പയുടെ വാഗ്ദാനത്തിന് മറുപടിയായി നിങ്ങളുടെ മകൾ സുഹ്റയെ നിക്കാഹ് ചെയ്ത് വധുവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഇമ്രാനും സന്തോഷത്തോടെ മൊഴിഞ്ഞു. എൻ്റെ മകളെ ഇനിയും നീ പരീക്ഷിക്കരുത് എന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാത്രമേ ആ വൃദ്ധന് ഉണ്ടായിരുന്നുള്ളൂ. കണ്ണുകളിലെ ഈറനോടെ അയാൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഫോണിലൂടെ കേൾക്കുന്ന തൻ്റെ മകളുടെ വിവാഹ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയുള്ള ദുആയിൽ അയാൾ ആത്മാർത്ഥമായി പങ്കെടുത്തു. ഫോണിലൂടെ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അയാൾ മനസ്സിൽ തെളിമയോടെ കണ്ടു. പക്ഷെ സുഹ്റ, അവളെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കുന്നോളം ഉള്ളത് അടക്കി വെച്ചു. ഫോണിലെ ശബ്ദം നിലച്ചതും മജീദ് എണീറ്റ് റൂമിലേക്ക് പോയി. എല്ലാവരും ഉറക്കമാണ്. ആരും ഒന്നും മറഞ്ഞിട്ടില്ല. സമയാവട്ടെ എല്ലാം പറയാൻ. നിക്കാഹിന് ശേഷം തെളിഞ്ഞ മുഖത്തോടെ ഇമ്രാൻ തൻ്റെ ഉപ്പയെ മൃദുവായി ഒന്ന് ആശ്ലേഷിച്ചു. തുടർന്ന് അലിയെയും. മധുരവുമായി ഉമ്മ വന്നതും അവൻ അവരെയും സന്തോഷത്തോടെ ഒന്ന് പുണർന്നു. ആരുമില്ലാതെ അതും കഴിഞ്ഞു പോയിരിക്കുന്നു. അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന കുഞ്ഞുങ്ങൾക്ക് ഓരോ മുത്തവും കൊടുത്തു. അവരും അവനെ മാറി മാറി ഉമ്മ വെച്ചുകൊണ്ട് സന്തോഷം പങ്കിട്ടു. നിക്കാഹ് കഴിഞ്ഞു എന്ന് ഡേസി ചേച്ചി വന്നതും സുഹ്റ ഒരു തരം പരിഭ്രാന്തിയായിരുന്നു. എത്ര വിലക്കിയാലും ഷാജഹാൻ തൻ്റെ കഴുത്തിൽ മാർ ചാർത്തിയ നിമിഷം വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു വന്നു. ഈ ബന്ധവും അതുപോലെയാകുമോ എന്ന ഭയം. ഏത് നിമിഷവും തന്നെ വിളിക്കാം സുഹ്റ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സുഹ്റയ്ക്ക് ശരീരമാകെ ഭയം കൊണ്ട് ചൂട് പിടിക്കുന്നത് പോലെ തോന്നി. വയറ്റിൽ നിന്നും എന്തൊക്കെയോ ഉരുണ്ട് കയറുന്നത് പോലെ, കൈകാലുകൾക്ക് തളർച്ച ബാധിച്ചതുപോലെ. സുഹ്റ, ഡേസി ചേച്ചിയുടെ ശബ്ദം ഏതോ ഗുഹയിൽ നിന്നതുപോലെ സുഹ്റയുടെ കാതുകളിൽ കേട്ടു. ഡേസി ചേച്ചിയുടെ കൂടെ കയറി വന്ന കുഞ്ഞിയും ഇക്കാക്കമാരും സുഹ്റയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി വന്നു. അവരെ കണ്ടതും സമ്മർദ്ദമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവർ. വാ, അവിടെ വിളിക്കുന്നുണ്ട്, കല്യാണം കഴിക്കണ്ടേ, വാ. കുട്ടികൾ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ബഹളം വെച്ച് തുടങ്ങി. പക്ഷെ സുഹ്റ മടിച്ചു നിന്നു. വാ വാ മോളെ, അവിടെ വിളിക്കുന്നുണ്ട്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞില്ലേ? ഇനി മഹർ ചാർത്താനാണ്. ചേച്ചി, നിക്കാഹിന് കൈ കൊടുക്കാൻ ആരാണ് എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത്? അവളിൽ അപ്പോഴും സംശയം ബാക്കിയായിരുന്നു. അത് മോളെ. ഡേസി ചേച്ചി പറയാൻ തുടങ്ങിയതും അവരുടെ കണ്ണുകൾ ചെന്ന് നിന്നത് വാതിക്കൽ തങ്ങളെ നോക്കി നിൽക്കുന്ന ഉമ്മയിലേക്കാണ്. സുഹ്റയും ഡേസിയും ഒരുപോലെ നെട്ടി. വരാനായില്ലേ? എത്ര സമയമായി വിളിക്കുന്നു? എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ് മഹർ ചാർത്താൻ, വാ. സുഹ്റ ഉമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പഴയ പോലെ ദേഷ്യമൊന്നും കാണാനില്ലെങ്കിലും ആ മുഖം തെളിഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെങ്കിൽ കൂടി എന്തോ ഒരു സങ്കടമുണ്ട്.
ഉമ്മയ്ക്കും കുട്ടികൾക്കുമൊപ്പം നടന്നു വരുന്ന സുഹ്റയെ കണ്ടതും ഉപ്പയും വലിയും ഇമ്രാനും സോഫയിൽ നിന്ന് എണീറ്റു. അങ്ങോട്ട് മുന്നിലേക്ക് കയറി നിൽക്കും മോളെ. കുട്ടികളുടെ പിറകിൽ നിൽക്കുന്ന സുഹ്റയോട് ഉപ്പ പറഞ്ഞതും അവൾ ചുറ്റിനും ഒന്ന് നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ തനിക്ക് നേരെയാണെന്ന് കണ്ടതും അവൾ അതുപോലെ തന്നെ കണ്ണുകൾ താഴ്ത്തി. ഉപ്പ ഉമ്മയെ നോക്കി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് സുഹ്റയെ മുന്നിലേക്ക് നിർത്താൻ. ഉമ്മ സുഹ്റയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഇമ്രാൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി. പക്ഷേ സുഹ്റ ഒരു നിമിഷം പോലും തലയുയർത്തി നോക്കിയില്ല. ഇമ്രാൻ ഉപ്പ കൈകളിലേക്ക് വെച്ചു കൊടുത്ത മഹറിലേക്ക് ഒരു നിമിഷം നോക്കി. പിന്നെ തൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന സുഹ്റയിലേക്കും. തലകുനിച്ച് നിൽക്കുന്നതിനാൽ അവളുടെ മുഖം അവന് കാണാൻ കഴിയുമായിരുന്നില്ല. ഇടത് കൈയിൽ മഹർ മുറുക്കെ പിടിച്ചുകൊണ്ട് വലത് കൈ അവളുടെ ശിരസിൽ വെച്ചുകൊണ്ടവൻ പ്രാർത്ഥിച്ചു. അവളെ ഇണയായി തന്നതിൽ ഉടയവനോട് നന്ദി പറഞ്ഞു. സുഹ്റയുടെ കൈയിലേക്ക് തൻ്റെ വലതുകരം ചേർത്ത് കൊണ്ടവൻ സലാം പറഞ്ഞു. അവൾ പതിയെ, ആരും കേൾക്കാത്ത അത്രയും പതിയെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് സലാം മടക്കി. പരിഭ്രമം കൊണ്ട് അവളുടെ ശബ്ദം താഴ്ന്നു പോയതാണ്. ഇമ്രാൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. കയ്യിൽ കരുതിയ മഹർ അവളുടെ കഴുത്തിൽ ഒരു ബിസ്മിയോടെ ചാർത്തി കൊടുത്തു. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ തറയിലേക്ക് ഉറ്റി വീണു. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. പക്ഷേ ഈ ബന്ധത്തിൽ ബർക്കത്ത് ചെയ്യണമേ എന്നവൾ അറിയാതെ പ്രാർത്ഥിച്ചു പോയി. താൻ ആഗ്രഹിച്ചതോ കരുതിയതോ ഒന്നുമല്ല. ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിധിയാണ്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. ഇനിയും പരീക്ഷണങ്ങൾ ഉണ്ടാവരുത് എന്ന് മാത്രം പ്രാർത്ഥിച്ചു. മഹർ ചാത്തി അവൻ്റെ കൈകൾ അവളിൽ നിന്ന് വേർപ്പെടുന്നറിഞ്ഞവൾ അവനെ മുഖം ഉയർത്തി നോക്കി. തന്നെ മാത്രം ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി. അവൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി സത്യം തന്നെയാണെന്ന് സംശയം തോന്നി. അവൾ ആ മഹറിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. തൻ്റെ മഹറിലേക്ക് ചേർന്ന് കിടക്കുന്ന ഇമ്രാൻ്റെ മഹർ. അവൾ അറിയാതെ ആ മഹറിൽ കൈകൾ ചേർത്തു. അവരെ നോക്കി നിൽക്കുന്ന അലിയുടെ മുഖത്തൊഴിച്ചാൽ ബാക്കി എല്ലാവർക്കും മുഖത്ത് ചിരിയാണ്. അയാളുടെ മുഖം മുറുകിയാണ് ഇരിക്കുന്നത്. കുട്ടികൾ ചിരിച്ചുകൊണ്ട് 2 പേരെയും പിടിച്ചുകൊണ്ട് സോഫയിലിരുത്തി. ഡേസി ചേച്ചി കൈകളിൽ കരുതിയിരുന്ന പായസം ഉമ്മയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഉപ്പയും ഉമ്മയും കുട്ടികളും അവർക്ക് മധുരം പകർന്നു. സുഹ്റ അപ്പോഴും തല താഴ്ത്തി തന്നെയാണ് ഇരിക്കുന്നത്. ഇമ്രാൻ്റെ അരികിൽ ഇരിക്കാൻ അവൾക്ക് ജാള്യത ഉണ്ടായിരുന്നു. കൈകാലുകൾ തളർന്ന് തണുത്തുറഞ്ഞതുപോലെയായിരുന്നു അവളുടേത്. ആ മധുരത്തോടെ ആ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ അവിടെ തീർന്നു. പക്ഷേ സന്തോഷമായിരുന്നു എല്ലാവർക്കും. അവരുടെ ദാമ്പത്യകാലം മുഴുവനും മധുരമുള്ളതാവണം എന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. പരസ്പരം മുഖത്തേക്ക് നോക്കാതെ ഇരിക്കുന്ന സുഹ്റയെയും ഇമ്രാനെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നാണ് ഇഷാമിൻ്റെ ഉമ്മി എന്ന ശബ്ദം അവിടെ ഉയർന്നു കേട്ടത്. ഇഷാം മുന്നിലേക്ക് നോക്കി വിളിക്കുന്നത് കേട്ടതും എല്ലാവരും അവൻ്റെ നോട്ടം പോയ ഇടത്തേക്ക് കണ്ണുകൾ പായിച്ചു. അകത്തേക്ക് നോക്കി കണ്ട കാഴ്ചയിൽ ഞെട്ടി നിൽക്കുന്ന അസ്ലമിനെയും അഫിയെയും കണ്ട് ബാക്കിയുള്ളവരുടെ ചുടികളിലും പുഞ്ചിരി വിരിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.